Praise praise the Lord. ദൈവത്തിന്റെ ദൈവശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ദൈവവൃത്യൻ, അപ്പോൾ തന്നെ എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച വാശിലെ ദൈവദാസി പ്രിയ ജോയ്സ് ആൻറ്റി, അപ്പോൾ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാ ദൈവദാസന്മാര്, ദൈവമക്കള് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ മീറ്റിംഗിൽ നിങ്ങളോടൊപ്പം ഇന്ന് ഈ പ്രഭാതത്തിൽ പങ്കെടുക്കുവാൻ ദൈവം ഇന്ത്യൻ സമയം പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ ദൈവവിശ്വസതയെ ഓർക്കുന്നു. പ്രിയ ജോയ്സ് ആൻറ്റി എന്നെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഞാൻ പാലക്കാട്, കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. ഞങ്ങള് 10 വർഷമായി ഞാൻ കർത്താവിന്റെ വേലയിൽ ഒരു സഭയിൽ ശുശ്രൂഷിക്കുന്നു. എന്റെ തിരുവചന പഠന ശേഷമായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തൊരു സഭയാണ്. ഞങ്ങളിവിടെ വരുമ്പം അട്ടപ്പാടി സഭയില്ലായിരുന്നു, സ്ഥലം മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വാടക വീട്ടിലായിരുന്നു ആരാധന ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വിശ്വാസികളുടെ വീട്ടിലൊക്കെ ആയിരുന്നു. അതിനുശേഷമായിട്ട് ഇങ്ങനെ ഈ 4 സെന്റ് ഭൂമിയിൽ ഒരു ആലയം പണിയും ദൈവം ഞങ്ങൾക്ക് കൃപ കാണിച്ചു. അങ്ങനെ ഞങ്ങള് കർത്താവിനെ ആരാധിച്ചു പോകുന്നു. ഭാര്യ, 2 കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. മൂത്ത ആള് മോനാണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയാള് LKG പഠിക്കുന്ന മോളാണ്. കുടുംബമായി ഞങ്ങള് 10 വർഷമായിട്ട് ഇവിടെ പാർട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. മാതാവും പിതാവും എന്റെ ഭവനത്തിൽ ഞാൻ ഏക മകനാണ്. മകളും മകനും ഒക്കെ ആയിട്ട് ഞാൻ തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏക മകനാണ്. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, വട്ടപ്പാടി ഓർത്ത് പ്രാർത്ഥിക്കണം. ജോയ്സ് ആന്റിയൊക്കെ 2-3 മാസത്തിന് മുമ്പ് ഇവിടെ വന്നു ഞങ്ങളോടൊപ്പം സമയം ചെലവിട്ടു, സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്കത് വളരെ അനുഗ്രഹമായിരുന്നു. അവരുടെ സാമീപ്യം, അവരുടെ ഇടപെടൽ, പ്രാർത്ഥനകൾ, കൂട്ടായ്മയ്ക്കൊക്കെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അതിൻ പ്രകാരമാണല്ലോ പ്രിയ ജോയ്സ് ആന്റിയെ പരിചയപ്പെട്ടത് മുഖാന്തരമാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇന്ന് ഈ പ്രഭാതത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചത്. അവര് കടന്നു വന്ന ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് പാർക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ഒത്തിരി മീറ്റിങ്ങുകളൊന്നും ഞങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിലും പങ്കെടുത്ത മീറ്റിങ്ങുകളെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു. ഒത്തിരി നാൾ മുമ്പ് ഞങ്ങൾക്ക് പരിചയമുള്ളത് പോലെ ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ ഇടപെടലും പ്രാർത്ഥനകളും കൂട്ടായ്മകളൊക്കെ ഞങ്ങളെ കൊണ്ടെത്തിച്ചു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ അനുഗ്രഹമായി. ഇതാണ് എന്നെ കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള ചെറിയൊരു ഒരു ഇൻട്രഷൻ പറയാനുള്ളത്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും എപ്പോഴും എന്ന് പറയുന്നില്ല, ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ അട്ടപ്പാടി പ്രിയ ലീഡ് ദേവദാസം പറഞ്ഞ പോലെ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകും, ചിലർ കേട്ടിട്ടുണ്ടായില്ല. പലപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ്. വരാനും പോകാനൊക്കെ ഇഷ്ടപ്പെടാൻ ശുശ്രൂഷയ്ക്കൊക്കെ വരികയാണ് ദിവസം പലരും ഇവിടെ നിന്നൊക്കെ മാറിപ്പോകുന്ന സാഹചര്യങ്ങളാണ്. കാരണം ഇവിടുത്തെ കഷ്ടപ്പാടും പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് കാലാവസ്ഥ, മഴക്കാലം ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും, ഡിസംബർ മാസമായ നല്ല തണുപ്പുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പം ശുശ്രൂഷ നടത്തുന്നതിനും യാത്ര ചെയ്യുന്നതിനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ പാർക്കുന്ന ഒത്തിരി 8 സഭകൾ ഞങ്ങൾക്കുണ്ട് ഇവിടെ. അട്ടപ്പാടി സെന്ററിന്റെ 8 സഭ, ബാക്കി സഭകളൊക്കെ താഴ്ഭാഗത്തായിട്ടുണ്ട്. അവിടെ കുഴപ്പമില്ല. 8 സഭകളെ ദൈവദാസന്മാരെ ഓർത്ത് നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അവരുടെ തലമുറകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവനാമത്തിൽ ഓർപ്പിക്കണം. എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി കൈമാറുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് നമ്മളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുന്നു. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റു തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. നാം ദൈവസന്നിധിയിൽ ഒട്ടനവധി സമയങ്ങൾ ആവർത്തി നമ്മൾ വായിച്ച് ഗ്രഹിച്ചിട്ടുള്ളതായ അല്ലെങ്കിൽ ആത്മീയ ചിന്തകൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതായ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ളതായ ഒരു തിരുവചന ഭേദഭാഗമാണ് പ്രഭാതത്തിൽ വായിച്ച് കേൾക്കപ്പെടുവാനിടയായത്. ഈ തിരുവചന വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് യാക്കോബ് തന്റെ ജീവിതത്തിനകത്ത് തന്റെ പ്രധാനപ്പെട്ട സമയത്ത് നിർണായക ഘട്ടങ്ങളിൽ താൻ എടുത്തതായ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ താൻ നാട്ടിയതായ തൂണുകളെ കുറിച്ചാണ് ഞാൻ ഈ പ്രഭാതത്തിൽ അല്പസമയം ചിന്തിപ്പാനിടയാകുന്നത്. യാക്കോബിന്റെ നിർണായകമായ സമയങ്ങളിലെ ജീവിത ശൈലികളിൽ സമയങ്ങളിൽ തനിക്ക് ജീവിതത്തിൽ ദൈവം കൊടുത്തതായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ താൻ നാട്ടിയതായ 3 തൂണുകൾ, അത് തന്റെ ജീവിതത്തിൽ നിർണായകമായ ഘട്ടങ്ങളിലാണ് താൻ 3 തൂണുകൾ നാട്ടിയത്. നമ്മൾക്ക് ഈ 28-ാം അധ്യായം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. 3 തൂണുകൾ തന്റെ ജീവിതത്തിന്റെ ഈ സമയങ്ങളിൽ താൻ അതിപ്രധാനമായിട്ട് നാട്ടാൻ കാരണങ്ങളുണ്ട്. വെറുതെ അല്ല നമ്മൾ വായിച്ച വേദഭാഗത്ത്, വെറുതെ അല്ലല്ലോ
അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി നിർത്തി അതിൽ എണ്ണയൊഴിച്ച് ദൈവത്തെ ആരാധിക്കുന്നതും ഒന്നും വെറുതെയല്ല. അപ്പൊ ദൈവസന്നിധിയിൽ താന് നാട്ടിയതായ തൂണുകൾ വളരെ അതിപ്രധാനമായ, അല്ലെങ്കിൽ നമുക്കൊക്കെയും നമ്മളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന, നമുക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായി യാക്കോബ് തന്റെ ജീവിതത്തിനകത്ത് നമ്മളെ കാണിക്കുവാനിടയാകും. ഞാനിങ്ങനെ ചിന്തിപ്പാനിടയായി, ഈ തൂണുകൾ നാട്ടുവാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഈ തൂണുകളെല്ലാം നാട്ടിയത് കാരണങ്ങളോടുകൂടി, വ്യക്തമായ കാരണം. നമുക്കറിയാം, ഈ തൂണുകൾ എന്നൊക്കെ പറയുന്ന ഒരു സ്തൂപം അല്ലെങ്കിൽ ഒരു സ്തംഭം അല്ലെങ്കിൽ ഒരു സ്മാരകം പോലെയൊക്കെ ജീവിതത്തിനകത്ത് കൊണ്ടു നടക്കുന്ന ഒരു അനുഭവമാണ്. അത് കാണും എന്തിനായി തൂണ് നാട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നോർമലി നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകണം. യോർദാൻ കിടന്ന് അക്കരെ കിടന്ന ജനം അവരെന്ത് ചെയ്ത് ഗോത്രപിതാക്കന്മാരുടെ പേരിനനുസരിച്ച് 12 കല്ലെടുത്ത് നാട്ടിയതാക്കായി നമ്മൾ കാണുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ? പിന്നീട് തലമുറകൾ വരുമ്പോൾ അത് കാണുമ്പോൾ അവരെ നോക്കും, ഇതെന്തോ അപ്പ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം, ദൈവം നമ്മളെ ഈ യോർദാൻ കടത്തിയതാണ്. അപ്പൊ നമ്മൾ ആ യോർദാന്റെ മധ്യത്തിൽ നിന്ന് എടുത്ത കല്ലാണ്. അതൊക്കെ പറഞ്ഞു കൊടുക്കാന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോ പലതും കാണുമ്പോൾ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓർത്തെടുത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ട്. അപ്പൊ യാക്കോബ് അത് തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. അതിന്റെ ജീവിതത്തിനകത്ത് ഈ ലൂസ് എന്ന് പറയുന്ന പട്ടണത്തിൽ, അല്ലെങ്കിൽ ബഥേൽ എന്ന് പറയുന്ന പട്ടണത്തിൽ, അല്ലെങ്കിൽ ദേശത്ത് തന്നെ പിന്നീട് വരുമ്പോൾ തന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത വലിയൊരു അത്ഭുതം, ദൈവം തനിക്ക് തന്നോട് ഇടപെട്ട അനുഭവത്തെ കുറിച്ച് ചിന്തിക്കാനാണ് താൻ ഈ തൂണ് നാട്ടിയത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയാം അതിന്റെ പശ്ചാത്തലം മനസ്സിലാകുന്നുണ്ട്. യാക്കോബ് വീട്ടിൽ നിന്ന് ഏകനായ ഭവനത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സാഹചര്യം, തന്റെ ഭവനത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അപ്പനില്ല, കൂടെ അമ്മയില്ല, ആരുമില്ല, ഒറ്റയ്ക്ക് പോകുന്ന ഒരു സാഹചര്യം, പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ. അതായത് മരുഭൂ യാത്രയിൽ ഒത്തിരി ക്ലേശങ്ങൾ നിറഞ്ഞതായ യാത്ര. ഇങ്ങോട്ടെന്ന് അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്, പക്ഷെ അത് അവിടെ എത്തിച്ചേരുമോ, അല്ലെങ്കിൽ അവിടെ ആകുമോ, മുമ്പോട്ടുള്ള ഭാവി എന്താ, ആശങ്കകൾ ഒത്തിരി മനസ്സിനകത്ത് തന്റെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷേ ഇതെല്ലാം എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ള ചിന്തയാണ് ദൈവസന്നിധിയിൽ തന്റെ ജീവിതത്തിലുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ എങ്ങനെയല്ലേ ജീവിതത്തിനകത്ത് ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ അവസാനം എന്താണ്, ഇതിന്റെ അപ്പുറത്ത് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഒരു ഗ്രാഹ്യമില്ല, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നമുക്ക് ദൈവത്തിന് മാത്രമേ കാര്യങ്ങൾ അറിയത്തുള്ളൂ. നമ്മൾ ദൈവത്തോട് ചോദിക്കും, പക്ഷെ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഭാവി, മുമ്പോട്ടുള്ള തലങ്ങൾ, മുമ്പോട്ടുള്ള ജീവിതം, ഒരുപക്ഷെ നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ഭാരമായിരിക്കാം, നമ്മളെ കുറിച്ചുള്ളതായ പല വിഷയങ്ങളായിരിക്കും, ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കും, ശുശ്രൂഷാപരമായ കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ വേവലാതിപ്പെടുത്തുന്നുണ്ടാകാം, മാനസികമായി ഞെരുക്കുന്നുണ്ടാകാം. പക്ഷെ ഇവിടെ എല്ലാം ഇതിനെല്ലാം ഒരു ഉത്തരമാണ് ഇവിടെ യാക്കോബ് നമ്മുടെ ജീവിതത്തിൽ കാണാം. യാക്കോബ് രാത്രിയിൽ തന്നെ ഒരു ദിവസം യാത്ര ചെയ്ത ശേഷം തനിക്ക് രാത്രിയായപ്പോൾ സഞ്ചരിക്കാൻ കഴിയത്തില്ല. അപ്പൊ താനൊരു സ്ഥലത്ത് കിടക്കുവാൻ വേണ്ടി സ്ഥലം തിരഞ്ഞെടുത്ത് ഒരു നേരത്തെ മുമ്പ് വന്ന ഒരു പരിചയമൊന്നും ഇല്ല. നേരത്തെ അവിടെ അങ്ങനെ ആ സ്ഥലത്തെ കുറിച്ച് ഒരു മുൻപരിചയം ഇല്ലാത്തൊരു മനുഷ്യൻ, നമുക്കറിയാം, ഒരു മുൻപരിചയം ഇല്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുക, അവിടെ പാർക്ക്. അതിപ്പോ യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു നിർജ്ജനമായ ഒരു സ്ഥലമായിരിക്കാം, മരുഭൂ പോലെയുള്ള സ്ഥലമായിരിക്കാം, ആൾതാമസമില്ലാത്ത സ്ഥലമായിരിക്കാം. പക്ഷെ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ എടുത്തു നോക്കുക, നമ്മൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം, പരിചയമില്ലാത്തൊരു വീട്, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തൊരു നാട്, പരിചയമില്ലാത്ത ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ ഒരു രാജ്യം, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ ജീവിതം നോക്കൂ. ആരും സഹായമില്ലാതെ ആരും നമ്മുടെ ഒപ്പം ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു സഹായം വേണം. നമുക്ക് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്താൻ, നമ്മുടെ ശരീരത്തെ ഒന്ന് ഉന്മേഷത്തോടെ നിർത്താൻ, അല്ലെങ്കിൽ നമ്മളെ മാനസികമായി ഒന്ന് ശക്തീകരിക്കാൻ, ഒരു ബാക്ക് ബോണിൽ പുറകിൽ നമ്മളെ ഒന്ന് പിന്താങ്ങാൻ ആരുമില്ലാത്തൊരു സാഹചര്യമൊക്കെ നമ്മൾ നോക്കും. ഇതുപോലെ തന്നെയാണ് യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആരുമില്ല കൂടെ നിൽക്കാനോ, അല്ലെങ്കിൽ കൂടെ ഒന്ന് വർത്താനം പറയാനോ സംസാരിക്കാനൊന്നും ആരില്ലാത്തൊരു സാഹചര്യത്തിൽ താന് ഒരു പ്രതി എന്താണെന്നുള്ളത്, ഇപ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നടക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ, നാടോടുമ്പോ നടുവേ എന്നൊക്കെ മലയാള ഭാഷയിൽ പറയാറുണ്ട്. അതുപോലെ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ പോകുമോ എന്നൊക്കെ ചിന്തിച്ചായിരിക്കും. ഒത്തിരി ആശങ്ക, എന്താണ് യാക്കോബിന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. നമുക്ക് പിന്നീട് യാക്കോബ് പറയുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, താൻ ദൈവത്തോട് ചില നേർച്ചകൾ നേരും നമുക്ക് മനസ്സിലാവുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കാം തലേ രാത്രിയിൽ ഈ മനുഷ്യൻ ചിന്തിച്ച് കിടന്നിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാൻ, അനുമാനിക്കാനുള്ള ഒരു അവകാശം കൂടെ വചനം തരുന്നുണ്ട്. കാരണം എന്താ, ദൈവത്തോട് നേർച്ച ചെയ്യുമ്പോൾ, നീ എന്നെ മടക്കി വരുത്തണം, നീ എന്നെ അനുഗ്രഹിക്കണം, എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടക്കി വരുത്തണം, എനിക്ക് ഉണ്മാൻ, എനിക്ക് ആഹാരം വേണം, എനിക്ക് ഉടുപ്പാൻ വസ്ത്രം വേണം, ഇതൊക്കെ നീ എനിക്ക് തരണം. അങ്ങനെയാണ് ദൈവത്തോട് നേരെ. അപ്പൊ ദൈവസന്നിധിയിൽ, അല്ലെങ്കിൽ താൻ കഴിഞ്ഞ രാത്രിക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങാതിരിക്കുക, ആ സമയത്ത് ഉറക്കം വരാം, ഉറക്കം വരാതിരിക്കുക, അങ്ങനെ സാഹചര്യം. പക്ഷെ അതാണ് മനസ്സിലാകത്തില്ല. പോണ കാര്യങ്ങൾ ഇതാ, ഭാവിയെ കുറിച്ചുള്ള ചിന്ത. എത്ര നാള് വീട്ടിലുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യാക്കോബിനെ കുറിച്ച് പറയുന്ന, യാക്കോബ് കൂടാരവാസിയാ.
വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ ജ്യേഷ്ഠൻ അങ്ങനെയല്ല, ഏശാവ് അങ്ങനെയല്ല. താൻ എപ്പോഴും വീടിന് പുറത്തും നായാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പല കാര്യത്തിൽ വ്യാപൃതന, പുറത്തിറങ്ങി ഒരു ഭയമില്ലാത്തൊരു മനുഷ്യന്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, അങ്ങനെ ഒരു കാര്യത്തിൽ ശീലിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യം പഠിച്ചില്ല. പലപ്പോൾ നമുക്കറിയാം, പലരും ഉണ്ടല്ലോ വീടും അമ്മയപ്പന്മാരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രം ജീവിച്ച് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിപ്പാൻ കഴിയാത്ത പലരും ഉണ്ടാകാം. പലരും പ്രത്യേകിച്ച് മക്കളായിരിക്കുന്നവര്, അവര് ചിലരൊക്കെ നമുക്കറിയാം, നമ്മളെ മാതാപിതാക്കളായിരിക്കാം. അപ്പൊ മാതാപിതാക്കൾക്ക് അറിയാം, അവരുടെ മക്കളെ കുറിച്ച് ഓരോരോ പ്രതീക്ഷയുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. ഇവനെ പുറത്ത് വിട്ടാലും പഠിക്കാൻ വിട്ടാലും ഒന്നും കുഴപ്പമില്ല, അവനെല്ലാം എന്ത് ചെയ്യുക, സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഒരു ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ ഒരു കഴിവൊക്കെ അവനുണ്ട് അല്ലെങ്കിൽ അവൾക്കുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ചില മക്കളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മാതാപിതാക്കള് അമ്മമാരെ പറയുന്നുണ്ട്, പിന്നെ അവിടെ വിട്ട് എങ്ങനെയാവുന്ന അറിയത്തില്ല, കാരണം ഇത്രയും നാള് ഞങ്ങൾ അവനെ അങ്ങനെ, അവൻ ഒരു കാര്യം വീട്ടിനകത്ത് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പഞ്ചുലായിട്ട് ചെയ്യുകയോ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം, പുറകിൽ നിന്നെല്ലാം പറഞ്ഞു കൊടുക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ അവന് നിർദ്ദേശം കൊടുക്കണം. അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കണം. അപ്പൊ പല കുഞ്ഞുങ്ങളെയും പുറത്തേക്കൊടും മാതാപിതാക്കൾക്ക് പോലും വളരെ ആശങ്കയാണ്, എങ്ങനെ ആയിത്തീരും അവര്, എങ്ങനെ അവര് അവരുടെ പഠനം മുമ്പോട്ട് നടത്തും, അവരുടെ ജോലി കാര്യങ്ങൾ എങ്ങനെ ഒരു മുമ്പോട്ട് നടത്തും. പലരും പുറത്തു പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നത് കാണുന്നുണ്ട്. ചില മാസങ്ങൾക്ക് മുമ്പ് എന്റെ ചർച്ചയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഒരു ജോലിക്കായിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോയി. അവിടെ ചെന്ന് ആക്കിയപ്പോഴത്തേക്കും മാതാപിതാക്കൾ പറയുക, മൂത്തവനാണെങ്കിൽ അവന് കുഴപ്പമില്ല, ഇച്ചിരി അവനാണെങ്കിൽ തന്നെ ഭക്ഷണമൊക്കെ അത്യാവശ്യം ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യും, അത്യാവശ്യം കാര്യങ്ങൾ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും, വസ്ത്രം കഴുകുന്നതാണ്, പല കാര്യങ്ങളും അവൻ സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന കാര്യം വീട്ടിലാണ് ചെയ്യുന്നത്. അവനെ വീട്ടിലാണ് ഞങ്ങൾക്ക് അത്ര പേടിയില്ലായിരുന്നു. പക്ഷെ ഇവനെന്തോ അവന് വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് പെട്ടെന്ന് മാറി നിന്നപ്പോ അതിന്റെ ഒരു ഹോം സിക്നെസ് അവനുണ്ട്. അതുകൊണ്ട് കൂടെ വിളിക്കുകയും വീട്ടിലേക്ക് വരാൻ ഒരു താല്പര്യമൊക്കെ കാണിക്കും. ഞാൻ പറഞ്ഞതിന് സ്ഥലം പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് യാക്കോബിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായത്. ആ മനുഷ്യൻ വളരെ പ്രയാസപ്പെട്ടാണ് രാത്രി കിടന്നുറങ്ങിയത്. തന്റെ ജീവിതത്തിൽ ഒത്തിരി നിരാശകൾ ഉണ്ടായിരുന്നു. എന്താകും അത് താഴെ പറയും, ദൈവത്തോട് നേരെ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, കഴിപ്പാൻ ആഹാരം ഇനി ആര് തരും, ധരിപ്പാൻ ഈ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ല, വേറെ എന്താ ഇനി, എന്താ കായിരിത്തി, എന്റെ കയ്യിൽ ഒരു വടി മാത്രമാണുള്ളത്, ഇനി മുമ്പോട്ട് പോകുമ്പോൾ എന്തായിത്തീരും, എങ്ങനെ ഭാവി തലത്തെ കുറിച്ചുള്ള ഒത്തിരി ആശങ്കകളാണ് ജീവിതത്തിൽ. ഇവൻ സഹോദരന്റെ ഭവനത്തിലേക്ക്, അച്ഛന്റെ ഭവനത്തിലേക്കൊക്കെ പോകുന്നതെങ്കിലും മനസ്സിൽ ഒത്തിരി പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കിടക്കുന്നത്. ഇതെല്ലാമായിട്ട് ഒത്തിരി ചിന്താകുലത്തോടെ ഈ മനുഷ്യൻ രാത്രി കിടന്നുറങ്ങിയപ്പോൾ അന്ന് രാത്രി ദൈവം അവന് വെളിപ്പെട്ടു. രാത്രി ദൈവം അവനോട് ഇടപെടുകയാണ് ദർശനത്തിൽ കൂടെ. ആ മനുഷ്യൻ കാണുന്നൊരു കാഴ്ച, സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേലി, അതിൽ കൂടെ ദൂതന്മാര് കയറി ഇറങ്ങുകയും ചെയ്യുകയാണ്. തന്റെ ജീവിതത്തിനകത്ത് ആരുമില്ലെന്ന്, ഇനി മുമ്പോട്ടുള്ള ഭാവി കാര്യങ്ങളെല്ലാം എങ്ങനെയാകും എന്നൊക്കെ വിട്ട്, ആര് സഹായിക്കും, ആരെനിക്ക് പിന്തുണ തരും, ആരെന്നെ ഈ രീതിയിൽ കൈത്താങ്ങ തരുമെന്നൊക്കെ വിചാരപ്പെട്ട് പ്രയാസപ്പെട്ട രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ ദൈവം തന്നോട് ഇടപെടുന്നത് തനിക്ക് വളരെ ആശ്വാസം. നമുക്കറിയാം, രാവിലെ എഴുന്നേറ്റ ഉടനെ അങ്ങനെ ഒരു ആരാധന കഴിക്കണമെന്നൊന്ന് വിചാരിച്ചൊന്നുമല്ല മനുഷ്യൻ കിടന്നുറങ്ങിയത്. താൻ തലയണയായി വെച്ച കല്ലെടുത്ത് അവിടെ തൂണായി നിർത്തണമെന്ന് വിചാരിച്ചൊന്നും അല്ല കിടന്നുറങ്ങിയത്. പക്ഷെ രാത്രിയിൽ എന്താണ് താൻ ചിന്തിച്ചു കിടന്നത്, അതിനൊക്കെയും മറുപടി രാത്രി ദൈവം തനിക്ക് കൊടുപ്പാനിടയായി. എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന്. വീട്ടുകാരടുത്തില്ലെങ്കിലും ചാർച്ചക്കാരടുത്തില്ലെങ്കിലും, ഒരുപക്ഷെ നമ്മളെല്ലാം ദൂരത്തായിരിക്കുന്ന, ഭവനം വിട്ട് ഭവനാന്തരീക്ഷം വിട്ടൊക്കെ പല സ്ഥലങ്ങളിലായിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. ഞാൻ ഒറ്റപ്പെട്ടു പോയെന്നോ അല്ലെങ്കിൽ എന്റെ കൂടെ ആരും ഇല്ലെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്ഥാനത്തായിരിക്കും നമ്മൾ. പക്ഷെ യാക്കോബിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് നമ്മളോട് പരിശുദ്ധം പറയുന്നത്, നമ്മൾ എവിടെയാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യമാണ് മുമ്പോട്ട് നമ്മുടെ ഭാവി തലങ്ങളെ അനുഗ്രഹിക്കുന്നത്. നമുക്ക് ഉണ്മാനും ഉടുപ്പാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് നിർവഹിക്കുവാൻ കഴിയുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ആ യാക്കോബ് എഴുന്നേറ്റ്, ദൈവമോ ഇവിടെയുണ്ട്, ഞാനോ അതറിഞ്ഞില്ല. തന്റെ ജീവിതത്തിൽ അറിവില്ലായ്മയുടെ ഒരു കാലം, അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ നിമിഷങ്ങൾ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് ദൈവം ഉണ്ടെന്നോ, ഞാൻ നടക്കുന്നിടത്ത് ദൈവം ഉണ്ടെന്നോ. കാരണം ഞാൻ ഇങ്ങനെ ഒരു ആത്മീയമാകുന്ന ഒരു അനുഭവത്തിലേക്കോ ബന്ധത്തിലേക്കോ ഇതുവരെ ഞാൻ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു ദർശനം എന്റെ ഭവനാന്തരീക്ഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ആത്മീയമാകുന്ന പശ്ചാത്തലം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോ ഏകനായി വന്നു, എപ്പോ ഞാൻ വേവലാതിപ്പെട്ടു, എപ്പോൾ ആശങ്കകൾ നിറഞ്ഞ പലപ്പോഴും ദൈവസന്നദ്ധിയിൽ ചോദിക്കാതെ മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന ഒത്തിരി ഒത്തിരി വിഷമങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് പേര് നടക്കുന്നത്. പലപ്പോഴും ദൈവത്തോട് ചോദിക്കാൻ കൊള്ളുവോ, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കൊള്ളുവോ എന്ന് പോലും വിചാരിച്ച് ഇവൻ യാക്കോബ് ഇങ്ങനെയെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ എന്ന് പോലും നമുക്കറിയത്തില്ല, അതൊന്നും നമ്മുടെ എഴുതിയിട്ടില്ല. പക്ഷെ തന്റെ മനസ്സിലെ വേവലാതികളെ കണ്ട ദൈവം, എന്നോട് ദൈവം പറയുന്നതാണ്, ഞാൻ നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ
ഇരട്ടിയായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നീ തിരിച്ചു വരുമോ എന്ന് പോലും ചിന്തിക്കുന്നിടത്ത് നീ മടങ്ങി വരുമെന്ന്, നീ നിന്റെ ഭവനത്തിലേക്ക് വരുമെന്ന്, നീ ഒരു അനുഗ്രഹമാകുമെന്ന്, നീ ഒരു നന്മയാകുമെന്ന്, നീ പലർക്കും ഒരു അനുഗ്രഹ വിഷയമാകുമെന്ന്. ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് പറയുന്ന നോക്കണം, കയ്യിലൊന്നുമില്ല. എന്താ കയ്യിൽ ബേർ ഹാൻഡ് ആണ്, കൈ നോക്ക് ഒന്നും കാണാനില്ല. പക്ഷെ ദൈവം ആ സമയത്ത് പറയുകയാണ്, നിനക്ക് വസ്ത്രം ഉണ്ടാകും, നിനക്ക് ഭക്ഷണം ഉണ്ടാകും, നിനക്ക് ഒന്നിനും പഞ്ഞം വരത്തില്ല. നീ പോകുന്നിടത്ത് സമൃദ്ധിയുടെ അനുഭവങ്ങൾ ഞാൻ നിനക്ക് നൽകി തരും. നിന്നെ ദൈവം നമുക്കറിയാം, പിന്നീട് പിൽക്കാലം നമ്മൾ കാണുന്നില്ലേ, ഒരുവനായി പോയി എത്ര പേരായിട്ടാ തിരിച്ചു വരുന്നത്. യാക്കോബ് തനിക്ക് ഭാര്യമാരുണ്ടായി, മക്കളുണ്ടായി, സമ്പത്തുണ്ട്, ആടുമാടുകളുണ്ട്, എന്തെല്ലാം രീതിയിൽ ദൈവം, ഇതൊക്കെ ദൈവം മുന്നമേ കണ്ടിട്ട് ദൈവം തന്നെ അനുഗ്രഹിക്കുന്ന വാക്കുകൾ പറയുക. രാത്രിയിൽ തളർന്നു കിടന്ന ഒരു മനുഷ്യനെ, രാത്രി തളർന്നു കിടന്ന് നിരാശയോടെ എത്ര രാത്രികൾ നമ്മൾ അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടാകാം. നമ്മുടെ എല്ലാം ജീവിത മേഖലകളിൽ പലപ്പോഴും ചില രാത്രികളൊക്കെ മനോവിഷമത്തോടെ, ഭാരത്തോടെ, വളരെ മനസ്സ് തകർന്നിട്ട് രാവിലെ എനിക്ക് ഇങ്ങനെ ഉന്മേഷത്തോടെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ പോലും കഴിയുമോ എന്ന് വിചാരിച്ച് പലപ്പോഴും നമ്മൾ കിടന്നുറങ്ങി എത്രയോ ദിനരാത്രങ്ങൾ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ എത്രയോ പ്രാവശ്യം ഉന്മേഷപ്പെടുത്തിയിട്ടുണ്ട്, ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി, ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിപ്പാൻ കഴിയട്ടെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഓർമ്മപ്പെടുത്തി, അങ്ങനെ ദൈവം നമുക്ക് ബലം നൽകി തന്ന എത്ര അനുഭവങ്ങൾ എന്നെ കേൾക്കുന്ന ഈ പ്രിയ ദൈവദാസന്മാർക്ക് ദൈവം ഉണ്ടായിട്ടുണ്ടാകാം. പലപ്പോഴും നമ്മൾ ഒരു മനുഷ്യനല്ല നമ്മളെ ആശ്വസപ്പെടുത്തി, മനുഷ്യന്മാർക്കൊക്കെ ആശ്വസിപ്പിക്കുന്നതും നമ്മളെ ബലപ്പെടുത്തുന്നതിന് നമുക്ക് എൻകറേജ്മെന്റ് തരുന്നതിനൊക്കെ പരിധികളുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു ധൈര്യം പകരാതിരിക്കുമ്പോഴും നമുക്ക് ഇത്രത്തോളം നാൾ ധൈര്യം പകർന്നു തന്നത് ആരാണെന്ന് ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിപ്പാനിടയാകട്ടെ. ഈ മനുഷ്യൻ ഒരിക്കലും അത് മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അത് അറിഞ്ഞില്ല. ആ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റിട്ട് ദൈവത്തെ ആരാധിക്കുകയാ, ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. ഈ ദൈവത്തെ ഞാൻ ആരാധിക്കും, ഞാൻ ഈ ദേശത്ത് ഇനിയും വരും, ഞാൻ ഇവിടെ ചിലതൊക്കെ ദൈവത്തിന് വേണ്ടി ഞാൻ ചിലതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യും. എന്താണ് തന്നെ അങ്ങനെ പ്രേരിപ്പിക്കാനുള്ള കാരണം? അങ്ങനെ ഒരു തൂണ് അവിടെ നാട്ടിയിട്ട് ഇനി വർഷങ്ങൾ പിന്നിട്ടാൽ അവിടെ വരുമ്പോ തൂണ് കാണുമ്പോൾ തന്റെ ജീവിതത്തിനകത്ത് ഓർമ്മ വരും. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ സ്തോത്രം ചൊല്ലും, കർത്താവേ, ഞാൻ പഴയ ഒത്തിരി വർഷം, 20 വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ മടങ്ങി വരുമ്പോൾ, ഈ ദേശത്ത് വരുമ്പോൾ കാണുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കുവാനിടയെ. കാരണം എന്താ? ആ തൂണെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാം, ഒരു രാത്രി എനിക്കുണ്ടായിരുന്നു, നീറുന്നൊരു രാത്രി, പ്രതികൂലങ്ങളെ രാത്രി, വന്യജീവികളുടെ ശബ്ദങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ഇവിടെ കിടന്നുറങ്ങിയപ്പോ ഞാൻ തനിച്ചില്ല എന്ന് തോന്നുമാറ് എന്റെ ദൈവം എന്റെ അടുക്കൽ ഇറങ്ങി വന്ന് ആ ദൈവ സാന്നിധ്യം കൊണ്ട് എന്നെ നിറച്ച് രാവിലെ ഉന്മേഷത്തോടെ കഴിഞ്ഞ രാത്രി ഞാൻ കിടന്നതുപോലെയല്ല. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിൽ പല ക്ഷീണത്തോടെ കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്ഷീണമൊക്കെ മാറി, വേദനയൊക്കെ മാറി എഴുന്നേൽക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ ജീവിതത്തിൽ ഓർക്കുവാൻ കഴിയുന്നുണ്ട്, എന്റെ മനസ്സിനെ ബലപ്പെടുത്തിയ ഇടം, എന്റെ ആത്മാവിനെ ബലപ്പെടുത്തിയ ഇടം, എന്റെ അപ്പനമ്മമാരോട് ഇടപെട്ട ദൈവം, എന്റെ പിതാവ്, എന്റെ വല്യപ്പച്ചനാകുന്ന ആ അബ്രഹാമിനോട് ഇടപെട്ട ദൈവം എന്നോടും ഇടപെട്ടു. അബ്രഹാമിന്റെ മടിയിലിരുന്ന പല കഥകളും പല ദൈവിക പ്രവൃത്തികളും കേട്ടവനാണ് ഞാൻ. പക്ഷേ അതൊന്നും എന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇതുവരെ സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ തന്നെ ജീവിതത്തിനകത്ത് തന്നെ ഓർക്കുവാൻ കഴിയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് എന്റെ ദൈവം എന്നോട് കൂടെ ഇരുന്ന് ഇറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിച്ച് എന്നെ ബലപ്പെടുത്തി എനിക്ക് ധൈര്യം പകർന്ന് എന്റെ മനസ്സിനും ബലം നൽകി ഇനിയും യാത്ര ചെയ്യുക, എന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് സഞ്ചരിക്കുക, എനിക്ക് അങ്ങോട്ട് പോകാം, എന്റെ ഭാവിയെ കുറിച്ചൊരു ചിന്ത. എന്റെ ദൈവം എന്നെ കൈവിടാത്തവനായി കൂടിയിരുന്ന് എന്നെ ബലപ്പെടുത്തും, എനിക്ക് ഊർജം നൽകി തരും, എന്നെ മടക്കി വരുത്തും. അങ്ങനെ ഒരു ആയുഷിന്റെ മുമ്പോട്ടുള്ള നാളുകൾ എന്റെ ജീവിതത്തിനകത്ത് ഒരു രേഖ എനിക്ക് നൽകി തന്ന എന്റെ ദൈവം, വാറ്റത്തേങ്ങൾ നൽകി തന്ന ദൈവം, അതിന്റെ ഓർമ്മയാണ് ഈ തൂണെന്ന് ആ മനുഷ്യൻ പല പ്രാവശ്യം അതിലെ കടന്നു പോകുമ്പോൾ ജീവിതത്തിനകത്ത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ ഇടയാകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശാരമിത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഓരോരോ ഓർമ്മകളുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഡേറ്റ് സഹിതം കുറിച്ചു വെച്ചിരിക്കുന്ന പലതും നമ്മുടെ എല്ലാം ജീവിതത്തിനകത്തുണ്ട്. ദൈവം നമ്മളെ ആത്മീയമായി അനുഗ്രഹിച്ച ദിവസം, ദൈവം നമ്മളെ ഭൗതികമായി അനുഗ്രഹിച്ച ദിവസം, ദൈവന്റെ തലമുറയെ തൊട്ട ദിവസം, ദൈവന്റെ പിതാവിനെ തൊട്ട ദിവസം, ദൈവന്റെ ഭാര്യയെ തൊട്ട ദിവസം, ദൈവന്റെ ജീവിതത്തിനകത്ത് ഒരു ടേണിംഗ് പോയിന്റ് ഒരുക്കിയ ദിവസം, ഇതൊന്നും നമ്മുടെ ജീവിതത്തിനകത്ത് മറക്കാൻ കഴിയാത്തതാണ്. അതൊക്കെ ഒരു സ്മാരകമാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. എനിക്കൊണ്ട് ഒത്തിരി പറയാം, സമയത്തിന്റെ പരിമിതി മൂലം ഞാനതൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ചില ഭാഗങ്ങളൊക്കെ, ചില സാഹചര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ദൈവം തൊട്ടത്, ദൈവം നിർത്തിയത്, ദൈവം ഇടപെട്ട, ദൈവം കണ്ടത് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറയത്തക്ക രീതിയിൽ എത്രയോ കാര്യങ്ങൾ പറയുവാനുണ്ട്. അതൊക്കെ ജീവിതത്തിനകത്ത് ഓർത്തുക, ഡേറ്റുകൾ കുറിച്ചു വെച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർത്തെടുത്ത ദൈവത്തിന് മഹത്വം കൊടുക്കാനുണ്ട്. അപ്പോ ഇത് യാക്കോബ് നമ്മൾ ഓർമ്മപ്പെടുന്ന, ഇതൊന്നും നമ്മൾ മറന്നു കളയാനുള്ളവരല്ല.
ദൈവത്തിന്റെ ഇടപെടലുകൾ. കാരണം നമ്മൾ ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് ദൈവം നമ്മളെ സഹായിച്ചതാണ്. ദൈവത്തിന്റെ അദൃശ്യമാകുന്ന കര നമ്മളോട് കൂടിയിരുന്നതാണ്. ദൈവത്തിന്റെ അദൃശ്യമാകുന്ന സാന്നിധ്യം നമ്മളോട് കൂടിയിരുന്ന നമ്മളെ പ്രചോദനപ്പെടുത്തിയത് മനുഷ്യനല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പാട്ടുകാരൻ പാടുന്ന പോലെ നമ്മൾ നിന്നതല്ല, നമ്മെ ദൈവം നിർത്തിയതാണ്. നാം വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. നമ്മുടെ ആരുടെയും ഇടുക്കോ നമ്മുടെ ആരുടെയും കഴിവല്ല. നമ്മളിപ്പോൾ എവിടെയായിരിക്കുന്നു അവിടെ എല്ലാം നമുക്ക് ഓർത്തെടുക്കുവാൻ ഒത്തിരി സ്മാരകങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹൃദയത്തിനകത്ത് ദൈവം ഇന്നും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അന്ന് ഞാൻ നിന്നോട് സംസാരിച്ചത്, അന്ന് ദൈവം നമ്മളോട് ഇടപെട്ടത്, അന്ന് നമ്മളെ ദൈവം അവിടെ പിടിച്ചു നിർത്തിയത്, അന്ന് നമ്മുടെ ദൈവം ഒരു അസാധാരണമായ ദൈവകൃപ നമ്മുടെ മേൽ ദൈവം അയച്ചത്, അല്ലെങ്കിൽ ആ രോഗത്തിന് ദൈവം നമുക്ക് വിടുതൽ തന്നത്, ദൈവാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഒന്ന് അനുഭവിപ്പാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വെറുതെ ഇരിപ്പാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ഈ യാക്കോബിനെ പോലെ അത് ദൈവത്തിന്റെ ഒരു ഇടപെടൽ. ദൈവനെ തൊട്ടതാണ്, ദൈവനെ കണ്ടിരിക്കുന്നു. അവര് ദൈവത്തിന് അടങ്ങിയിരിക്കത്തില്ല. അവർ എഴുന്നേൽക്കും, അവര് ദൈവത്തെ ആരാധിക്കും. അവർ പിന്നെയും തീരുമാനങ്ങൾ എടുക്കും, നേർച്ചകൾ ചേരും. ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നെങ്കിൽ, നിന്റെ ഇടപെടൽ എന്റെ ജീവിതത്തിനകത്ത് ഇനിയും ഉണ്ടെങ്കിൽ, അപ്പാ നിന്നെ വിട്ട് ഒരു ജീവിതത്തിൽ ഒരു മേഖലയിൽ ഞാൻ സഞ്ചരിക്കത്തില്ല. ഞാൻ തിരികെ വരുമ്പോൾ ഇവിടെ തന്നെ വരും. ഞാൻ നിന്നെ വീണ്ടും ആരാധിക്കും. ആരാധനയുടെ വലിയൊരു ആത്മീയമാകുന്ന അപ്പന്മാരൊക്കെ യാഗം കഴിക്കുന്നതും ആരാധന കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളതായ യാക്കോബിന്റെ ജീവിതത്തിനകത്ത് ഒരു പുതുപുത്തൻ തീരുമാനങ്ങൾ ജീവിതത്തിനകത്ത് തന്റെ ചെറുപ്രായത്തിലും എടുപ്പം ദൈവം തനിക്ക് ജീവിതത്തിൽ അവസരമൊരുക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ എങ്ങനെ അധികം അവസരം? ഒറ്റപ്പെട്ടെന്ന് വിചാരിക്കുന്നിടത്തൊക്കെയും ദൈവം നമ്മൾ ഓർമ്മ, നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ബലപ്പെടുന്ന ദൈവമാണ്. രണ്ടാമത് നമ്മൾ തിരുവചനം വായിക്കുന്നത് 31 അധ്യായം അതിന്റെ 45 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മിസ്പയിൽ യാക്കോബ് ഒരു തൂണ് നാട്ടുന്നത് കാണുന്നുണ്ട്. ഞാൻ സമയത്തിന്റെ പരിമിതി മൂലം വിവരിപ്പാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലം ഇത്രയേ ഉള്ളൂ. 20 വർഷങ്ങൾക്ക് ശേഷമായിട്ട് യാക്കോബിനെ ദൈവം അവിടുന്ന് മടക്കി വരുത്തുകയാണ്. ദൈവം പറയുന്നുണ്ട്, നിനക്ക് നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ദേശത്തിലേക്ക് മടങ്ങിപ്പോവാ സമയമായി. അവിടെ ഒത്തിരി ചില ബുദ്ധിമുട്ട്, തന്റെ അളിയമാടേക്ക് മുഖഭാവമൊക്കെ മാറുന്നത് കണ്ടപ്പോ തനിക്ക് ഇവിടെ നിൽക്കുന്ന പന്തികൾ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ദൈവം തനിക്ക് തന്നോട് തന്നെ സംസാരിക്കുക, നീ മടങ്ങിപ്പോ. അങ്ങനെ തന്നെ മടങ്ങിപ്പോ. അമ്മായിപ്പനോട് പോലും പറയാതെ അവർ ആ ഭവനത്തിൽ ഇല്ലാന്ന സമയത്ത് ഭവനം വിട്ടു പോരുകയാ. മക്കളെയും ഭാര്യമാരെയൊക്കെ കൂട്ടി തിരിച്ചു പോരുകയാ. ആ പോരുന്ന സമയത്ത് ഇത് ലാബാൻ ഇഷ്ടപ്പെട്ടില്ല. ലാബാൻ എന്ത് ചെയ്യുക? ലാബാൻ ഇവരെ തിരികെ വന്ന് പിടിക്കാനുള്ള തന്ത്രത്തോടെ അല്ലെങ്കിൽ ദോഷം ചെയ്യാനുള്ള ഒരു മനോഭാവത്തോടെ വരാൻ ആഗ്രഹിക്കുമ്പം ആ രാത്രിയിൽ ലാബാനോട് ദൈവം ഇടപെട്ടു. ലാബാൻ ഇടപെട്ടു വന്നു, യാക്കോബിനോട് നീ ദോഷമായിട്ടായി സംസാരിക്കരുത്, അവനെതിരെ നീ ഒരു ചെറു വിരൽ പോലും നീട്ടരുത്, ദോഷമായിട്ടൊന്നും അവനോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ലാബാനോട് ദൈവം സംസാരിക്കുകയാ. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ടി കാര്യം വ്യവഹാരം നടത്തുന്ന ഒരു ദൈവമുണ്ട്. നാം അറിയാതെ നമുക്കെതിരെ പല തന്ത്രങ്ങളും മെനയുന്നവരുടെ നടുവിൽ ദൈവം അദൃശ്യനായി കൂടിയിരുന്ന് അവരുടെ ഹൃദയത്തോട് ഇടപെടും. നീ അവനോട് സംസാരിക്കാൻ പാടില്ല, നീ അവളോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അവർക്കെതിരെ ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് നീ ഉണ്ടാക്കാൻ പാടില്ല, അവർക്കെതിരെ ഇങ്ങനെ ഒരു ദുർവർത്തമാനം നീ പ്രചരിപ്പിക്കാൻ പാടില്ല. അവിടെ ഹൃദയത്തോടും ദൈവം ഇടപെടുന്നവനാണെന്ന് ഈ വേദഭാഗത്തിൽ കൂടെ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. കാരണം യാക്കോബിന് അറിയത്തില്ല എന്നെ പിന്തുടർന്ന് ലാഭം വരുമോന്ന്. യാക്കോബിന് അറിയത്തില്ല. യാക്കോബ് ഇപ്പൊ കുറെ ദൂരം സഞ്ചരിച്ച് സഞ്ചരിച്ചു കഴിഞ്ഞു, അവിടെ താൻ തമ്പടിച്ചു കഴിഞ്ഞു, ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ തന്നെ പിന്തുടർന്ന് അമ്മായിപ്പം വരുമ്പം തന്റെ ജീവിതത്തിൽ ഒരു ചിന്തയില്ല. പക്ഷേ ലാഭാന്റെ മനസ്സിനകത്ത് ഇവരെ പിന്തുടർന്ന് പിടിക്കണം. വളരെയധികം ദേഷ്യം വന്നു, പറയാതെ പോകുന്നത് കൊണ്ട്. പിന്നെയുള്ള വാക്യങ്ങൾ നമ്മൾ 31 നമ്മൾ വായിക്കും, മനസ്സിലാവും. വളരെ രോഷത്തോടെ ആ മനുഷ്യൻ വരാൻ തുടങ്ങുന്നത്. പക്ഷെ ദൈവം തന്നോട് ഇടപെട്ടു രാത്രിയിൽ, അവനോട് ദോഷമായിട്ട് നീ ഒന്നും സംസാരിക്കരുത്. കാരണം എന്താ? ദൈവം പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ തിരികെ പോകുന്നത്. അതുകൊണ്ട് അവനെ പിന്തുടർന്ന് പിടിക്കാനോ അവനോട് അപമര്യാദയായി പെരുമാറാനോ നിന്റെ ജീവിതത്തിനകത്ത് സംഗതി വരരുത്. അങ്ങനെ ഒരു വർത്തമാനമാണ് ദൈവം. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമുക്ക് വേണ്ടി കാര്യം വ്യവഹാരം നടത്തുന്ന ദൈവമാണ്. നമ്മൾ ആർക്കും വേണ്ടി ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്കെതിരായി ആരെങ്കിലും നമുക്കെതിരെ ആരെങ്കിലും സംസാരിക്കാൻ മുതിര, ഇതിലൊന്നും നമ്മൾ ഇതിനകത്ത് കൈകടത്തേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താ? ദൈവമാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പലപ്പോഴും ദൈവം പറഞ്ഞ കാര്യങ്ങൾ പലതും നാം ചെയ്യുമ്പോൾ പലർക്കും അതിൽ ചില അതൃപ്തികൾ ഉണ്ടാകാം, പലർക്കും അതിൽ വിഷമം ഉണ്ടാക്കാം. അവർക്കറിയത്തില്ല ഇത് ഏത് രീതിയിലാണ് നാം ചെയ്യുന്നത്, നാം പോകുന്നത്, നാം പ്രവർത്തിക്കുന്നത്, നാം ചിന്തിക്കുന്നതെന്നൊന്നും അവർക്കറിയത്തില്ല. പക്ഷെ നാം ദൈവ നിയോഗത്തോടെയാണ് നിൽക്കുന്ന ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ നടക്കുന്നത്, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ
ശുശ്രൂഷ ചെയ്യുന്നത്, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്, ദൈവം പറഞ്ഞ ഈ ദേശത്ത് നിൽക്കുന്നത്, ഈ ഉത്തമ ബോധം നമ്മളെ ഭരിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാ. നാം അതിന്റെ പിറകെ നമുക്കെതിരെ ആരെല്ലാം എന്തെല്ലാം ചിന്തിച്ചെന്ന് പറഞ്ഞാലും, ശത്രു പലരും നമുക്കറിയാം ദൈവജനത്തിനെതിരെ ഏത് സമയത്തും ഏത് രീതിയിൽ അവരെ തകർക്കുവാൻ തന്ത്രങ്ങൾ വരെ. പക്ഷെ ദൈവം അദൃശ്യ മണ്ഡലങ്ങളിൽ നമുക്ക് വേണ്ടി പോരാടുന്ന ദൈവമാ. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ ഉയരത്തിലെ ദൈവം, അവൻ നമുക്ക് വേണ്ടി കാര്യ വ്യവഹാരവും നടത്തുന്ന ദൈവമാണെന്ന് യാക്കോബ് ഓർപ്പിക്കുകയാ. അങ്ങനെ ഇവര് നമ്മൾ കണ്ടുമുട്ടുന്ന രംഗം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. വായിക്കുമ്പോൾ അവിടെ അവിടെ ഒരു സാക്ഷ്യത്തിന്റെ കൂമ്പാരം കൂട്ടി യാക്കോബ് തന്റെ ഭൃത്യന്മാരോട് പറയുന്നുണ്ട്, അവിടെ ഒരു കല്ലുകൾ കൂട്ടി കൂട്ടി കൂമ്പാരം ഒരു തൂണായി നിർത്തുകയും. അവർ ആ തൂണ് നിർത്തിയിട്ട് യാക്കോബും ലാബാനും അവിടെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു കാര്യമുണ്ട്. ലാബാൻ പറയുന്നുണ്ട്, നിന്റെ ദൈവം എന്നോട് സംസാരിച്ചു, നിന്നോട് ഞാൻ ദോഷമായിട്ടൊന്നും സംസാരിക്കുന്ന കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു, അതുകൊണ്ട് ഇതൊരു സാക്ഷ്യ കൂമ്പാരമാ. ഈ സാക്ഷികം ഇതിനപ്പുറത്തേക്ക് ഇനി ഞാൻ നിന്നെ തേടി വരത്തില്ല, നിന്നോട് ഞാൻ ഒരു രീതിയിലും ശത്രുത മനോഭാവത്തോടെ വരത്തില്ല, ഇത് അതിന് സാക്ഷ്യമാണ്. അപ്പൊ യാക്കോബിയുടെ ആ മിസ്പയിൽ ആ തൂണ് നാട്ടുവാനുള്ള കാരണം ദൈവം എനിക്ക് വേണ്ടി കാര്യം വ്യവഹാരം നടത്തുന്ന ദൈവമാണെന്ന ചിന്തയോടെ ആ മനുഷ്യൻ അവിടെ ഒരു സാക്ഷ്യത്തിന്റെ തൂണ് നാട്ടുവാനിടയായി. അത് കാണുമ്പോൾ ആ മിസ്പയിൽ കൂടെ കടന്നു പോകുന്ന എനിക്ക് മനസ്സിലാകും, ഞാൻ പോലും അറിയാതെ എനിക്കെതിരെ പല തന്ത്രങ്ങൾ മെനഞ്ഞ എന്റെ അമ്മായിപ്പൻ, പിന്നെ സഹോദരൻ, അല്ലെങ്കിൽ എന്റെ അളിയന്മാരൊക്കെയും എനിക്ക് വിപരീതമായി ചിന്തിച്ചു വന്നപ്പോ ഞാൻ പോലും അറിയാതെ എന്റെ ദൈവം എനിക്ക് വേണ്ടി അവരുടെ മനസ്സിനോട് ഇടപെട്ട്, അവരുടെ ഹൃദയത്തോട് ഇടപെട്ട്, എന്നോട് ദോഷം ചെയ്യാതെ എന്നെ കൊല്ലുവാൻ, എന്നെ നശിപ്പിക്കുവാൻ, എന്നെ പിടിച്ചു കൊണ്ടുപോകുവാനോ, എന്റെ തലമുറകളെ അവരെല്ലാം കൈയേറ്റം ചെയ്യുവാൻ ഒന്നും ഇടവരുത്താതെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരിടമാണിത്. അതുകൊണ്ട് ഈ തൂണ് കാണുമ്പോൾ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. മൂന്നാമത് നമ്മൾ തൂണ് കാണുന്നു, അത് നമ്മളെ സമയത്തിന് വരും ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കട്ടെ. ഇപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താൻ റാഹേല് മരിച്ച സമയത്ത് ബെത്ലഹേമിൽ ഒരു തൂണ് നാട്ടുന്നു. അതിന്റെ പശ്ചാത്തലം ഇത്രമേ ഉള്ളൂ. താൻ ആ തൂണ് നാട്ടിൽ ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുന്നത്. റാഹേലിനെ ദൈവം ഓർത്തു, പക്ഷെ റാഹേലോ ദൈവത്തെ ഓർത്തില്ല. വഴി വെച്ച് പട്ടുപോകുവാൻ, ഭവനത്തിലെത്തുവാൻ ഇട വന്നില്ല. കാരണം ഇത്രമേ ഉള്ളൂ, അപ്പന്റെ ഭവനത്തിലെ അല്ലെങ്കിൽ തന്റെ റാഹേലിന്റെ വീട്ടിലെ ചില വിഗ്രഹങ്ങളൊക്കെ, കുടുംബ വിഗ്രഹങ്ങളൊക്കെയും സഹോദരി മോഷ്ടിച്ചു കൊണ്ടുപോരുവാനിടയായി. എന്നിട്ട് നുണ പറയുവാൻ. ഞാൻ പറഞ്ഞതിന്റെ സാരം, റാഹേലിന് തലമുറകളില്ലായിരുന്നു. അപ്പൊ ദൈവത്തോട് നിലവിളിച്ചപ്പോ ദൈവം അവളെ ഓർത്തതാണ്, പക്ഷേ അവൾ ദൈവത്തെ ഓർത്തില്ല. എന്തുകൊണ്ടെന്നാ, ദൈവമാണ് എന്റെ അനുഗ്രഹം. കുടുംബ വിഗ്രഹം കൊണ്ടുവന്നൊരു ഒരു ചിന്ത ഇതാണ്, കുടുംബ വിഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വിഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അനുഗ്രഹമുണ്ട്, ഞാൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയല്ലേ, എനിക്ക് അനുഗ്രഹമുണ്ട്. ഇതൊക്കെ അവര് ജാതീയ ചിന്തയാണ്. പക്ഷേ ദൈവം അവളെ ഓർത്തതാണ്. ദൈവമാണ് അവളുടെ ചിന്ത. യാക്കോബിനോട് കൂടെ ഇത്ര നാൾ ജീവിച്ചിട്ട് ആ ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ ഇഷ്ടവും ദൈവമാണ് എനിക്ക് എല്ലാം എന്ന് ചിന്തിക്കുവാൻ കഴിയാതെ അവൾ മറ്റുള്ള കാര്യങ്ങൾ ചിന്തി. ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ദൈവമല്ലാതെ നമുക്കൊരു മറ്റു കാര്യം ചിന്തിപ്പാനില്ല, മറ്റൊരു കാര്യം നമ്മുടെ കൂടെ കൊണ്ട് നടപ്പാനില്ല. പല അന്ധവിശ്വാസങ്ങളും പല കാര്യങ്ങളും പലരും പറയുമായിരിക്കും, പക്ഷെ അതൊന്നും നമ്മളെ കേന്ദ്രീകരിക്കുന്നത് വചനാടിസ്ഥാനത്തിൽ മുൻപോട്ട് നാം ക്ഷമിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ ഭാവി അനുഗ്രഹിക്കുന്നവനാ. അവനാണ് നമ്മുടെ കുടുംബത്തെ ഉയർത്തുന്നത്, അവനാണ് നമ്മുടെ ഭാവി അനുഗ്രഹിക്കുന്നത്, അവനാണ് നമ്മുടെ തലമുറ അനുഗ്രഹിക്കുന്നത്. റാഹേലും അത് ഓർത്തില്ല, അവൾ ദൈവത്തെ മറക്കുവാനിടയായി. പക്ഷേ അവളെ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ആ ബെത്ലഹേമിൽ അവളെ അടക്കിയ ശേഷമായിട്ട് അവിടെ ഒരു തൂൺ നാട്ടിയിട്ട് ഇപ്രകാരം താനത് ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്തെ, ദൈവത്തെ നാം ഓർക്കേണ്ടവരാണ്, ദൈവത്തെ നാം അനുസരിക്കേണ്ടവർ, ദൈവമല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് പോകുവാൻ നമുക്കിന്റെ ജീവിതത്തിൽ ഇടവരരുത്. അപ്പൊ യാക്കോബ് തന്നെ നിർണായക ജീവിത മേഖലകളിൽ തന്നാട്ടിയ 3 തൂണുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിർണായക സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അവിടെ എല്ലാം ദൈവം നമ്മൾ ഓർപ്പിക്കുന്നത്, ഞാൻ നിന്നെ കൈവിടാത്ത ദൈവമാണ്, ഞാൻ നിന്നോട് കൂടിയിരിക്കുന്ന ദൈവമാണ്. രണ്ടാമത്, ദൈവമാണ് നമ്മുടെ കാര്യവ്യവഹാരം നടത്തുന്നത്. മൂന്നാമത്, ദൈവത്തെ നമ്മൾ ഓർക്കേണ്ടവരാണ്. നമ്മെ ഓർത്ത ദൈവത്തെ നമ്മൾ ഓർക്കുക. ദൈവത്തെ ഒരു നാളും മറക്കാതെ അന്ത്യത്തോളം കർത്താവിന്റെ കാര്യം പഠിച്ച് യാത്ര ചെയ്യുവാൻ സർവശക്തി നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാണ്. എനിക്ക് ഈ സമയം അനുവദിച്ചു തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസന് അധികം സമയമില്ലാതെ പോയി, സമയത്തിൻ്റെ പരിമിതി ഉണ്ട്. എന്നാൽ ആ ഉള്ള സമയത്ത് ഒരു അരമണിക്കൂറോടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ആ പോയിന്റുകൾ കുറച്ചുകൂടെ സാവകാശമായിട്ട് പറയുന്നതിന് സാവകാശം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ദാസന് ആ പറഞ്ഞ കിട്ടിയ സമയം കൊണ്ട് വളരെ ശക്തമായിട്ട് ആഴമായിട്ടുള്ള ആ ഒരു ദൈവവചന ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നല്ലോ. നമുക്കറിയാം, യാക്കോബ വീട്ടിൽ നിന്ന് സ്വന്തം സഹോദരൻ കൊല്ലുമെന്നുള്ള ആ ഭയത്തിൽ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുമ്പോഴാണ് ഒരു ഇളയ മകനായിട്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടെയും സമ്പന്നതയുള്ളൊരു വീട്ടിൽ താമസിച്ച ആളാണ്. എന്നാൽ ഇപ്പോൾ ഒന്നുമില്ലാതെ ഒരു കാട്ടിൽ, ഒരു വിജനമായ സ്ഥലത്ത്
ഉറങ്ങുകയാണ്. നല്ല ഒരു മെത്തയിലൊക്കെ കിടന്നുറങ്ങിയ ആളെ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് തലയണ എന്തുവാ, തലയണയായിട്ട് വെച്ച്. നമ്മുടെ നാട്ടിൽ നല്ല പഞ്ഞി, നാട്ടിൽ നമുക്കുള്ള ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സാധനം പഞ്ഞിയാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ പഞ്ഞി കുത്തി നിറച്ച തലയണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോഴെന്താണ് പോളിസ്റ്റർ, മൈക്രോ ഫൈബർ, മെമ്മറി ഫോം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പം തലയണ. യാക്കോബിന് കിട്ടുന്ന ഒരു കരിങ്കല്ലെടുത്ത് തലയണ. ആ ഒരു ജീവിതത്തിൻ്റെ ഗതി നോക്കിക്കേ. ആ മുടിയമ്പുത്രം പോയ പോലുള്ളൊരു പോക്കായിപ്പോയി. അങ്ങനെ നമ്മളാരും കല്ലെടുത്ത് തലയണയായിട്ട് വെക്കും നോ. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം നിരാശനായിട്ട് ഉള്ളൊരു സാഹചര്യമാണ്. അമ്മയില്ല, ആരുമില്ലാതെ അങ്ങനെ ഏകനായിട്ട് വല്ല വന്യമൃഗങ്ങളെയൊക്കെ പേടിച്ചായിരിക്കും കിടന്നത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ആ സ്വർഗത്തിൻ്റെ ദർശനമാണ് അദ്ദേഹം കണ്ടത്. ദൈവം കൈവിടുന്നില്ല എന്നുള്ളത്. ദൈവത്തെ മറന്ന് ഉപായമൊക്കെ കാണിച്ച് അപ്പനെയൊക്കെ ചതിച്ചിട്ട് ചേട്ടനെയൊക്കെ ചതിച്ചിട്ട് ഓടിപ്പോയെങ്കിലും ദൈവം തന്നെ കൈവിട്ടില്ല. ആ ഭയാനകമായിട്ടുള്ള സാഹചര്യത്തിൽ കിടക്കുമ്പോഴും സ്വർഗത്തിൻ്റെ ദർശനം കാണിച്ച് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തുക ചെയ്ത. പ്രിയമുള്ളവർ, നമ്മളും പലപ്പോഴും ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊക്കെ ഓടിപ്പോകുമ്പോഴും ദൈവം നമ്മളെ മറക്കുന്നില്ല, കൈവിടുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാം, ലാബാൻ തന്നെ പിടിക്കാനും ഉപദ്രവിക്കാനുമായിട്ട് കൂടി വരുമ്പോൾ ദൈവം ഇടപെട്ട് സംരക്ഷിക്കുകയാണ്. നമ്മളെ സംരക്ഷിക്കുന്നവനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ ആ റാഹേൽ ദൈവത്തെ മറന്നുപോയെങ്കിലും നമ്മളും പലപ്പോഴും അങ്ങനെ ഇത്രമാത്രം നമ്മളെ സംരക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന ഈ സ്വർഗസ്ഥ പിതാവിനെ മറന്ന് നമ്മൾ ഓരോ വിഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുറുക്കു വഴികളൊക്കെ പോയി എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സാധിക്കാനായിട്ടൊക്കെ കുറുക്കു വഴികളൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. അത് ദൈവത്തെ മറന്നു പോകുന്ന ഒരു അനുഭവമാണ്. കർത്താവിദാസൻ എത്ര മനോഹരമായിട്ട് യാക്കോബിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ ആണല്ലോ സൂചിപ്പിച്ചത്. കർത്താവ് ധാരാളമായിട്ട് കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങളിൽ ശക്തമായിട്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിന് കർത്താവ് സഹായിക്കട്ടെ. പ്രിയമുള്ളവർ, ഈ വചനങ്ങളൊക്കെ നമ്മൾ കേട്ട് ഇത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയല്ല. നമ്മുടെ ജീവിതത്തിൽ ഉള്ള ആ കാര്യങ്ങളെയാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. അതിനെ ക്രമീകരിക്കാനും നമ്മളെല്ലാവരും ഈ യാക്കോബിനെ പോലെ തന്നെ ഓരോ വിധത്തിലുള്ള പ്രതിസന്ധികളുടെയും സങ്കീർണതകളുടെയൊക്കെ മധ്യത്തിലിരിക്കുന്ന ആളുകളാണ്. എന്നാൽ ആ സങ്കീർണതകളെയും പ്രതികൂലങ്ങളെയും ഒക്കെ അതിൻ്റെ മധ്യത്തിൽ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. കർത്താവ് നമ്മെ കൈവിടുന്നില്ല. ആ ഒരു സാന്നിധ്യം നമുക്ക് ശക്തമായിട്ട് അനുഭവിക്കാനും, ആ പൗലോസുമൊക്കെ ആ അടി കൊണ്ട് ഫിലിപ്പിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പാട്ട് പാടിയതുപോലെ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയമുള്ളവർ. അതുകൊണ്ട് യാക്കോബ് നാട്ടിയ ഈ തൂണുകൾ നാട്ടിയതുപോലെ കർത്താവ് നമ്മളെ പ്രതികൂലങ്ങളിൽ സംരക്ഷിക്കുന്നു എന്നുള്ള ആ ആഴമായിട്ടുള്ള വിശ്വാസത്തോടുകൂടെ നമ്മളും ചില തൂണുകളൊക്കെ സ്മരിക്കുന്നതിന് വേണ്ടി ഈ ദൈവം ഇന്നുമെന്നും നമ്മെ നടത്തിയ ദൈവം, ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവം ഇന്നുമെന്നും അവൻ ജീവപര്യന്തം നമ്മെ നടത്തും എന്നുള്ള ഒരു ആഴമായിട്ടുള്ള ആ വിശ്വാസമുള്ളവരായിട്ട് ഉത്സാഹത്തോടുകൂടെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസനായനും പൂർത്തി വരുത്തുന്നവനെ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓട്ടം ഓടാൻ കർത്താവിന് നമ്മെ സഹായിക്കട്ടെ. കർത്താവിദാസൻ പ്രതികൂലങ്ങളുടെ മധ്യത്തിലൊക്കെ ആണല്ലോ ആ മിനിസ്ട്രി ചെയ്യുന്നത്. കർത്താവിദാസൻ പറഞ്ഞ പോലെ നമുക്ക് കർത്താവിദാസന് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുകൂടെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം, നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് കർത്താവിൻ്റെ ദാസനെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.